ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണേ. നോർത്ത് ഇന്ത്യൻ കറിയാണ്. അതിന് കറി ഉണ്ടാക്കാനാണ് പോന്നെ. അതിന് വേണ്ടിയിട്ട് ഒരു 3 കിഴങ്ങ് അരിഞ്ഞ് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കഷ്ണങ്ങളായിട്ടൊക്കെ ഈ തീയലിനൊക്കെ അരിയത്തില്ലേ അതുപോലെ. പിന്നെ ഒരു 400 ഗ്രാം ഉലുവയുടെ ഇലയില്ലേ, ഉലുവയില, അത് ഒരു കെട്ട്. അതിൻ്റെ ഇല മാത്രമേ എടുക്കാവുള്ളേ. ഞാൻ കാണിച്ചതേ, വേണ്ട ഇത് കണ്ടില്ലേ, ഇതുപോലെ കിട്ടും. ഏത് പച്ചക്കറി കടയിലും കിട്ടുമേ. നല്ലതല്ലേ ഇത് ഉലുവയില കഴിക്കുന്നത്, ഏറ്റവും നല്ലതാണ് പ്രായമുള്ളവർക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ. അത് ഒരു കെട്ടാണേ, ഒരു 400 ഗ്രാമിനടുത്തുണ്ടേ. അത് കഴുകി കണ്ട ഇതുപോലെ തണ്ടെടുക്കണ്ടേ. ഇതുപോലെ ഇല മാത്രം, നല്ല ഇല നോക്കി എടുത്തുകണ്ടേ. മേലത്തെ ചെറിയ തണ്ടൊന്നും കുഴപ്പമില്ലേ. ഇതുപോലെ ഇല ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ചീര അരിയത്തില്ലേ അതുപോലെ അരിഞ്ഞെടുക്കുക. അത്രയൊന്നും ഫൈനായിട്ട് തീരെ ചെറുതായിട്ടൊന്നും അരിയണ്ട. ഈ മണ്ടയൊക്കെ ഇങ്ങനെ എടുക്കേ. പിന്നെ അതുപോലെ ഈ ചെറിയ തണ്ടൊന്നും കുഴപ്പമില്ല. പിന്നെ മല്ലിയിലയെ പറ്റി മല്ലിയിലയല്ല, ഉലുവയിലയെ പറ്റി ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അരിയേ. നമുക്ക് ഗ്യാസല്ല, എൻ്റെ ഗ്യാസ് തീർന്നു പോയി. അപ്പോൾ ഹീറ്റർ എടുത്ത് വെച്ചേക്കാണ്. ഗ്യാസിന് 2 ദിവസം എടുക്കും കിട്ടാൻ. 2 കുറ്റിയുണ്ട്, മറന്നുപോയി. അപ്പോൾ ഇത് ഓണാക്കട്ടെ, ചൂടാവട്ടെ. ഇതിനകത്ത് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കേ. എണ്ണ വേണം ഇതിന്. ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കേ. ഇതിലൊന്ന് ചൂടാട്ടെ, എണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ. ഇനി ഇതിനകത്ത് 2 സവാള കൊത്തി അരിഞ്ഞതേ അത് ഇട്ട് കൊടുക്കാം. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഇതൊന്ന് നല്ല വഴന്ന് വരണേ. ഇതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കേ. ഇതിൻ്റെ ഒരു പച്ചച്ചവയൊന്ന് മാറി കിട്ടട്ടെ. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് 2ആയിട്ട് പിളർന്നിട്ട് കൊടുക്കേ. ഇനി ഈ സവാളയിലോട്ട് ഈ കിഴങ്ങ് അരിഞ്ഞ് വെച്ചേക്കുന്നില്ലേ അതിട്ട് കൊടുക്കാം. ഇത് വലിയ 3 കിഴങ്ങേ. നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് ഈ കുട്ടി സ്പൂണിന് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. പിള്ളേർക്കും വലിയവർക്കും പ്രായമുള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു നല്ല സൂപ്പർ കറിയാണ്. അത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേ. ഇനി ഇതൊന്ന് അടച്ച് കവർ ചെയ്ത് കൊടുത്തിട്ട് ഒരു 4-5 മിനിറ്റ് വേവിക്കേ. തീ ഗ്യാസിലാണെങ്കിൽ ചെറിയ തീയിലിട്ട് വേവിക്കണേ. കവർ ചെയ്ത് കൊടുക്കുക. നമ്മളെ കിഴങ്ങ് നോക്കേ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 2-2.5 മിനിറ്റായി. ഇതിനകത്ത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തേ, പിരിയമുളക് പൊടി. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി. ഇപ്പോൾ 2 മിനിറ്റ് ആയാലും അതും കുഴപ്പമില്ല, അത്രയും സമയം കിടക്കുന്നത്. അടി പിടിക്കട്ടെ ഒന്നുമില്ല. ഇനി ഇതിനോട്ട് ഒരു 2 തക്കാളി വലുതായേ, അതും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ കിഴങ്ങും തക്കാളിയും കൂടെ കിടന്ന് ഒന്ന് വേകണം. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണേ. ഇനി ഒരു 3-4 മിനിറ്റ് കിടക്കട്ടെ. നമ്മൾ 2 മിനിറ്റല്ലേ ഇട്ടിട്ടുള്ളായിരുന്നു. മതി. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. നമ്മുടെ കിഴങ്ങ് നോക്കേ. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തേ. നല്ല മിക്സ് ചെയ്തിട്ട് ഈ ഒന്ന് ഞാൻ കുറയ്ക്കട്ടെ. ഇനി ഇതിൽ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഉലുവയുടെ ഇലയില്ലേ, അതിട്ട് കൊടുക്കുക. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യേ. ഇത് ഡ്രൈ
വെള്ളമൊന്നും ഒഴിക്കല്ല്. അതുകൊണ്ട് അത് ഗ്യാസിൽ തീ കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കണം. ചെറിയ തീയിലിട്ടേ അടച്ചിട്ട് വേവിക്കാവുള്ളൂ. ഇനിയിപ്പോൾ ഇത് കവർ ചെയ്യരുതേ. ഇതൊരു 3-4 മിനിറ്റ് ഇങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ കിടക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. നമ്മുടെ ഉലുവക്കിഴങ്ങ് എങ്ങനെ ഉണ്ടെന്ന് നോക്കേ. ഉലുവയുടെ കിഴങ്ങ്, ഉലുവ ഇലയും കിഴങ്ങിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കേ. ഇത് അടയ്ക്കരുതേ, കവർ ചെയ്യരുത് ഇല ഇട്ട് കഴിഞ്ഞതിന് ശേഷം. കാര്യം കയ്പ്പ് വരും. ചെറിയൊരു കയ്പ്പുണ്ടല്ലോ ഇലയ്ക്ക്. ചെറുതായിട്ടൊരു കയ്പ്പുള്ളൂ, വലിയ കയ്പ്പൊന്നുമില്ലേ. നല്ല ടേസ്റ്റായത് കഴിക്കാൻ. അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ചെറുതായിട്ടുള്ളൊരു കയ്പ്പ്. ഉപ്പ് ഇച്ചിരി കുറവേ. ഓ, എന്താ ടേസ്റ്റാ. ചെറിയ തീയിലേ ഇട്ട് കൊടുക്കാവുള്ളേ. ഞാനിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റേ. അപ്പം ഞാൻ എൻ്റെ സ്റ്റൗ ഓഫ് ആക്കുകയാണ്. ഇനി ഞാൻ സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നമ്മുടെ കിഴങ്ങെല്ലാം നല്ല സോഫ്റ്റായിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. നമുക്ക് കുഴഞ്ഞ് പൊടിഞ്ഞൊന്നും പോകരുത്. ചപ്പാത്തിക്കൊന്നും വേറെ കറി അന്വേഷിച്ച് പോകേണ്ട ആവശ്യമേ ഇല്ല. ഇത്രയും നല്ലൊരു കറി. ഇതിൻ്റെ ഒരു കെട്ട് ചീരയ്ക്ക് 500 ഗ്രാം ആണെന്ന് തോന്നുന്നു. ഒരു കെട്ട് ചീരയ്ക്ക് 30 രൂപയേ ഉള്ളൂ വില. കണ്ടില്ലേ, നമ്മളെ നോർത്ത് ഇന്ത്യൻ ആലു മേത്തി അടിപൊളി കറിയാണിത്. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ ബെസ്റ്റ് കറിയാണിത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.